പട്ടാപ്പകൽ ഭീതി പരത്തിയാണ് ഗുണ്ടാസംഘം തിരുവല്ലയിലെ സ്പാ സെന്ററിലെത്തിയത്. ആ സമയം അവിടെ ഒരു ജീവനക്കാരി മാത്രം. പുറത്ത് മാരകായുധങ്ങളുമായി 4 പേർ. മരണ സുബിൻ എന്നറിയപ്പെടുന്ന സുബിൻ അലക്സാണ്ടർ ഉൾപ്പെടുന്ന 10 അംഗ സംഘം സ്പായുടെ ഉള്ളിൽ. ഭയന്നു വിറച്ച യുവതി നിലവിളിച്ചതോടെ അവർ വാതിലകത്തു നിന്ന് പൂട്ടി. പിന്നീട് നീ കൊള്ളാലോ എന്നും പറഞ്ഞ് ഒരു റൂമിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി ക്രൂരമായ പീഡനം. മുടിയിലും കയ്യിലും പിടിച്ചു വലിച്ചു. കഴുത്തിൽ കത്തി കൊണ്ട് വരഞ്ഞു. പിന്നീട് ഫോണിൽ നഗ്ന ദൃശ്യങ്ങൾ പകർത്തി. സംഭവത്തിന് പിന്നിൽ കൊട്ടേഷൻ എന്നാണ് സ്പാ ഉടമയുടെയും ജീവനക്കാരിയുടെയും പരാതി. ഗുണ്ടാപ്പിരിവ് വിരോധം പോലീസിൻ്റെ കഥയാണെന്നും പോലീസും ഗുണ്ടകളും തമ്മിൽ അവിശുദ്ധ കൂട്ടുകെട്ടുണ്ടെന്നും സ്പാ ഉടമ ആരോപിക്കുന്നു. ഉദ്യോഗസ്ഥർക്ക് ഗുണ്ടകളുമായി കൂട്ടുകെട്ടുണ്ടെന്ന ആരോപണം ഉയർന്ന സാഹചര്യത്തിൽ പോലീസിലും ആഭ്യന്തര അന്വേഷണം തുടങ്ങി. ഫെബ്രുവരി 1 വൈകുന്നേരം 3:30യോടെയാണ് 7 അംഗ ഗുണ്ടാസംഘം തിരുവല്ലയിലെ സ്പായിൽ അതിക്രമിച്ചു കയറി ജീവനക്കാരെ ഭീഷണിപ്പെടുത്തി പണം ആവശ്യപ്പെട്ടത്. പണം നൽകാതായതോടെ സംഘം കഴുത്തിൽ കത്തിവെച്ച് ജീവനക്കാരിയെ കൂട്ടമായി ബലാത്സംഗം ചെയ്തു. ആക്രമണത്തിന്റെ CCTV ദൃശ്യങ്ങളിലൂടെ സംഭവം പുറത്തു വന്നതോടുകൂടിയാണ് നഗരമധ്യത്തിൽ നടന്ന ക്രൂരബലാത്സംഗത്തിന്റെ കഥ പുറത്തറിയുന്നത്. സ്ത്രീകൾ ഉൾപ്പെടെയുള്ള ജീവനക്കാരെ ഗുണ്ടകൾ മർദ്ദിക്കുന്ന ദൃശ്യങ്ങളും വ്യക്തമാണ്. പോലീസിന് ലഭിച്ച രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് പിന്നീട് 2-ാം തീയതി കേസ് രജിസ്റ്റർ ചെയ്ത് 2 പ്രതികളെ അറസ്റ്റ് ചെയ്തത്. കേസിലെ 1-ാം പ്രതി മരണസുബിൻ എന്നറിയപ്പെടുന്ന സുബിൻ അലക്സാണ്ടർ 11ഓളം കേസുകൾ ഉൾപ്പെട്ട് കാപ്പ പ്രതിയാണ്. ഗുണ്ടാപ്പിരിവ് നൽകാത്തതുകൊണ്ടാണ് പ്രതികൾ ആക്രമിച്ചതെന്നാണ് ബലാത്സംഗത്തിനിരയായ അതിജീവിത പോലീസിന് നൽകിയ മൊഴി. സംഭവത്തിൽ പോലീസിന് വീഴ്ച പറ്റിയിട്ടില്ലെന്നും നടപടികൾ എടുത്തിട്ടുണ്ടെന്നും ജില്ലാ പോലീസ് മേധാവി ആനന്ദ് വ്യക്തമാക്കി. ആക്ച്വലി സംഭവം നമുക്ക് പരാതി വരും മുൻപ് തന്നെ നമുക്ക് കിട്ടിയ വിവരമാണ്, രഹസ്യ വിവരമാണ്. നമ്മുടെ ഒരു സ്പെഷ്യൽ ബ്രാഞ്ച് ഉദ്യോഗസ്ഥർ കിട്ടിയ വിവരമാണ്. അതിൻ്റെ ബേസിസിൽ നമുക്ക് വിവരം കിട്ടി. അപ്പോൾ ഇമ്മീഡിയറ്റ് SHO തിരുവല്ലക്ക് നിർദ്ദേശം കൊടുത്ത് അദ്ദേഹം സ്പോട്ടെത്തി, സംഭവ സ്ഥലത്തെത്തി, അവിടെയുള്ള CCTV പരിശോധിച്ച് അവിടെയുള്ള വിക്ടിമുടെ ജീവനക്കാരുടെ സംസാരിച്ച് നടന്ന സംഭവം മനസ്സിലായി. അപ്പോൾ തന്നെ മൊഴിയെടുത്ത് അതിൻ്റെ കേസെടുത്ത്, അതുമാത്രമല്ല ആ സ്പോട്ടിൽ തന്നെ ഇമ്മീഡിയറ്റ് ആയിട്ട് പ്രധാന പ്രതിയായ സുബിൻ അലക്സാണ്ടർ കസ്റ്റഡിയിലെടുത്ത് അറസ്റ്റ് നടപടികൾ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് സമയബന്ധിതമായിട്ട് ടൈംലി ആക്ഷൻ പോലീസിൻ്റെ ഭാഗത്തിൽ ഇതിൽ ഉണ്ടായിട്ടുണ്ട്. മറ്റ പ്രതിയും കൂടി 2ാമത് ഒരു പ്രതി അയാളുടെ സഹപ്രവർത്തകരായിട്ട് ഉണ്ടായ ബിർലിൻ ദാസിനെ പിടിച്ചിട്ടുണ്ട്. ബാക്കിയുള്ള പ്രതികളെ പിടിക്കാനുള്ള ഞങ്ങൾ 3 അംഗ സംഘം അവിടെ ഉണ്ട്. തിരുവല്ല DSP സൂപ്പർവൈസറുണ്ട്, ഞാനും മോണിറ്റർ ചെയ്യുന്നുണ്ട്. നിങ്ങൾ എത്ര പെട്ടെന്ന് പിടിക്കാനുള്ള നടപടികൾ ഞങ്ങൾ സ്ട്രോങ് ചെയ്യുന്നു. ഈ സംഭവം 1-ാം തീയതി ഇത് സംഭവിച്ചതാണ്. പക്ഷേ ഇത് പരാതികളോ യാതൊന്നോ നമുക്ക് അവർ കൊടുത്തിട്ടില്ല. നമുക്ക് അടുത്ത 2-ാം തീയതിയാണ് നമുക്ക് ഇതിനായിട്ടുള്ള വിവരം നമ്മളെ ഉദ്യോഗസ്ഥർക്ക് കിട്ടുന്നതാണ്. ആ ഉദ്യോഗസ്ഥർ കിട്ടുന്ന മുറയ്ക്ക് തന്നെ നേരിട്ട് എനിക്കും സ്പെഷ്യൽ ബ്രാഞ്ച് DSP വിവരം കൈമാറി. അപ്പോൾ തന്നെ നമ്മൾ തിരുവല്ല SHO ഇമ്മീഡിയറ്റ്ലി ആക്ട് ചെയ്തു. അതേസമയം തിരുവല്ലയിലെ പല സ്പാകളിൽ നിന്നും പോലീസ് ഉദ്യോഗസ്ഥർക്ക് മാസപ്പടി ലഭിക്കുന്നുണ്ടെന്ന ഗുരുതരമായ ആരോപണവും ഉയരുന്നുണ്ട്. സ്പെഷ്യൽ ബ്രാഞ്ച് ഉദ്യോഗസ്ഥർ, DYSP ഓഫീസിലെ ഉദ്യോഗസ്ഥർ, മറ്റ് ഉയർന്ന ഉദ്യോഗസ്ഥർ എന്നിവർക്ക് സ്പാകളിൽ നിന്ന് പണം ലഭിക്കുന്നുണ്ടെന്നാണ് ആരോപണം. ലൈസൻസ് ഇല്ലാത്തതും അസാൻമാർഗിക പ്രവർത്തനങ്ങൾ നടക്കുന്നതുമായ സ്ഥാപനങ്ങൾക്ക് സംരക്ഷണം നൽകുന്നതിനാണ് ഈ പണം കൈപ്പറ്റുന്നതെന്നാണ് ആക്ഷേപം. നഗരമധ്യത്തിൽ ആക്രമണം നടന്നിട്ടും പോലീസ് കേസെടുക്കാൻ വൈകിയതും ഗുണ്ടകളും പോലീസും തമ്മിലുള്ള അവിശുദ്ധ കൂട്ടുകെട്ടുകൊണ്ടാണെന്ന് ആക്രമണം നടന്ന സ്പായിലെ ഉടമസ്ഥൻ ആരോപിക്കുന്നു. സംഭവത്തിൽ പോലീസിന്റെ ഭാഗത്തു നിന്ന് കൃത്യമായ വിശദീകരണം ഉണ്ടാകണമെന്നും സേനയിലെ അഴിമതിയെക്കുറിച്ച് ഉന്നതതല അന്വേഷണം വേണമെന്നുമാണ് ആവശ്യം. ആരോപണം ഉയരുന്ന പശ്ചാത്തലത്തിൽ ആഭ്യന്തരതലത്തിൽ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. വീഴ്ച സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നടപടി ഉണ്ടാകുമെന്നും ജില്ലാ പോലീസ് മേധാവി വ്യക്തമാക്കി. ന്യൂസ് 18 പത്തനംതിട്ട. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.